മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. രാഷ്ട്രീയത്തിലും കലാരംഗത്തും സജീവമായ കൃഷ്ണകുമാറിനോളം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. 4 പെൺമക്കളും ഭാര്യ സിന്ധു കൃഷ്ണയും ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൻ തിരക്കാണ്. അടുത്തിടെ സിന്ധു കൃഷ്ണ തന്റെ പാരന്റിംഗ് രീതികളെക്കുറിച്ചും മക്കളുടെ വളർച്ചയെക്കുറിച്ചും പങ്കുവെച്ച മനസ്സ് തുറന്നുള്ള സംസാരം വലിയ രീതിയിൽ വൈറലായിരുന്നു. കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് തെളിയിച്ചവരാണ് കൃഷ്ണകുമാറിന്റെ മക്കൾ. അഹാന, ഇഷാനി, ദിയ, ഹൻസിക എന്നിവർ ഇന്ന് സ്വന്തം നിലയിൽ പേരും പ്രശസ്തിയും നേടിയവരാണ്. ഇതിന് പിന്നിലെ പ്രധാന ചാലകശക്തി അവരുടെ അമ്മയായ സിന്ധു കൃഷ്ണ തന്നെയാണ്. അഹാന കൃഷ്ണ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ അഹാനയ്ക്ക് ശേഷം ഇഷാനിയും ദിയയും ഹൻസികയും സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കി. ഇതിന് കാരണം അവർ പങ്കുവയ്ക്കുന്ന റിയൽ ആയ വീഡിയോകളാണ്. യൂട്യൂബ് ചാനലുകൾ വഴി തങ്ങളുടെ ദൈനംദിന ജീവിതവും യാത്രകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നതിലൂടെ അവർ ഓരോ വീടുകളിലെയും അംഗങ്ങളെ പോലെയായി മാറി. അമ്മ സിന്ധു കൃഷ്ണയും പതുക്കെ ഈ വീഡിയോയിലേക്ക് കടന്നു വന്നു. മക്കളുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് തുടങ്ങി ഇന്ന് സ്വന്തമായി വീഡിയോ എഡിറ്റ് ചെയ്യാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സിന്ധുവിന് സാധിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി എപ്പോഴും ഓടി നടക്കുന്ന അമ്മ അവർക്ക് വേണ്ടി ക്യാമറ പിടിക്കാനും സമയം കണ്ടെത്തുന്നു എന്നതും വലിയൊരു കാര്യമാണ്. മക്കൾക്ക് താൻ നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണെന്ന ചോദ്യത്തിന് സിന്ധു നൽകുന്ന മറുപടി ലളിതവും എന്നാൽ അർത്ഥവത്തുമാണ്. അവരെ ഞാൻ നന്നായി സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കാറുണ്ട്. എന്നാൽ കൃഷ്ണകുമാറും സിന്ധുവും തങ്ങളുടെ മക്കൾക്ക് ആകാശത്തോളം സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം നൽകി. എപ്പോഴും നല്ല മനുഷ്യരായിരിക്കണമെന്നും സഹായിക്കാൻ കഴിയുന്നവരെയൊക്കെ സഹായിക്കണമെന്നും അവർ മക്കളെ ഓർമ്മിപ്പിച്ചു. ലോകം കാണാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവർ പിന്തുണ നൽകി. കൃഷ്ണകുമാർ എന്ന നടന്റെ കരിയറിലെ എല്ലാ ഘട്ടങ്ങളും കണ്ടാണ് മക്കൾ വളർന്നത്. വലിയ സന്തോഷങ്ങളും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ആ കുടുംബം നേരിട്ടിട്ടുണ്ട്. മക്കൾ ഗ്രൗണ്ടഡ് ആയി ഇരിക്കാൻ കാരണം അവർ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കണ്ടതാണ്. തങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളിൽ നിന്ന് മറച്ചു വെക്കാതെ അവരെ കൂടി അതിന്റെ ഭാഗമാക്കിയതുകൊണ്ട് അവർക്ക് പണത്തിന്റെയും സൗകര്യങ്ങളുടെയും മൂല്യം മനസ്സിലായി. ഓരോ മക്കളും ഇന്ന് വളരെ റിയൽ ആയി പെരുമാറുന്നതിന് കാരണം ഈ വളർത്തലിലെ സുതാര്യതയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ അടയാളം സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്ന് സിന്ധു വിശ്വസിക്കുന്നു. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നത് അവർക്ക് നൽകിയ നിർബന്ധ ബുദ്ധിയുള്ള പാഠമായിരുന്നു. കലാരംഗത്തോ സോഷ്യൽ മീഡിയയിലോ എവിടെയാണെങ്കിലും സ്വന്തമായി വരുമാനം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിച്ചു. ഇന്ന് 4 മക്കളും സാമ്പത്തികമായി ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നു എന്നത് സിന്ധു എന്ന അമ്മയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഭാഗ്യം കൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെ മക്കളെല്ലാം നല്ല രീതിയിൽ എത്തിയെന്ന് അവർ സന്തോഷത്തോടെ പറയുന്നു. ഒരു മികച്ച പാരന്റ് ആവാൻ തനിക്ക് കഴിഞ്ഞു എന്നതിൽ സിന്ധുവിന് വലിയ അഭിമാനമുണ്ട്. ഇതിനായി അവർ തന്റെ ജീവിതം തന്നെ മക്കൾക്കായി മാറ്റിവെച്ചു. മക്കളെ ഒരിക്കലും ഡ്രൈവർമാരുടെ കൂടെ മാത്രം എവിടെയും വിടാറില്ലായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിലായാലും ഡാൻസ് ക്ലാസ്സിലായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും സിന്ധു കൂടെ ഉണ്ടാകും. അഹാനയും ദിയയും മുതിർന്നതോടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തരായി. എങ്കിലും ഇഷാനിക്കും ഹൻസിയയ്ക്കും ഇന്നും അമ്മയുടെ സാന്നിധ്യം ലൊക്കേഷനുകളിൽ ആവശ്യമാണ്. മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവർ തന്നെ വേണ്ടെന്ന് വെക്കുമോ എന്ന പേടി പല അമ്മമാർക്കുമുണ്ട്. എന്നാൽ സിന്ധു പറയുന്നത് അവരില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നാണ്. മക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നും അവർ വ്യക്തമാക്കുന്നു.